അയ്യപ്പൻകോവിലിൽ മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിൽ സംഘർഷം, ഒരാൾ കൊല്ലപ്പെട്ടു. മേരികുളം ഡോർലാൻഡ് സ്വദേശി പുളിക്കമണ്ഡപത്തിൽ റോബിൻ തോമസാണ് മരിച്ചത്. പ്രതി ഡോർലാൻഡ് ഇടത്തിപ്പറമ്പിൽ സോജൻ വർഗീസ് പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി കെ ജയകുമാർ ചേരുന്നുണ്ട്. ജയൻ, എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്? സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്തെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയിൽ ഇരുന്ന് മദ്യപിച്ചതിന് ശേഷം സുഹൃത്തുക്കൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഇതിൽ മരണപ്പെട്ട റോബിൻ കല്ലുകൊണ്ട് സോജനെ ഇടിക്കുകയും സോജൻ അടി കൊടുത്തു എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. സോജനേരത്തേനും രാവിലെ ബന്ധു വിളിച്ചിട്ട് കിട്ടാന്ന് വന്നതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ സോജന്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഈ സോജന്റെ വീട്ടിൽ ചേർന്ന് മദ്യപാനം നടന്നിരുന്നത്. കൂടെ 3-4 പേരുണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ മദ്യപാനം കഴിഞ്ഞിട്ട് പോയി എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് ഇപ്പോൾ അവിടെ സ്ഥലത്തുണ്ട്. ഫോറൻസിക് വിദഗ്ധരും മറ്റേ ഡോഗ് സ്ക്വാഡും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ മരണകാരണം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 174 മാത്രമാണ് വകുപ്പ്. കൊലപാതകമാണെന്ന് വ്യക്തമായിട്ടില്ല. ജയൻ, അതുപോലെ തന്നെ ഇവർ തമ്മിൽ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചോ? പോസ്റ്റ്മോർട്ടം എവിടെയാകും നടക്കുക? അല്ല, ഇവര് തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. ഇവര് രണ്ടുപേരും കൂടെ ഒന്നിച്ച് തടിപ്പണി നടത്തിക്കൊണ്ടിരുന്നതാണ്, ചെയ്തിരുന്നവരാണ്. ഇവര് തമ്മിൽ അങ്ങനെ മുൻവൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലാവും പോസ്റ്റ്മോർട്ടം. ശരി ജയകുമാർ, വിവരങ്ങൾ വ്യക്തമാകുന്നു. അയ്യപ്പൻകോവിലിൽ മദ്യലഹരിയിലാണ് സുഹൃത്തുക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മേരികുളം ഡോർലാൻഡ് സ്വദേശി പുളിക്കമണ്ഡപത്തിൽ റോബിൻ തോമസ് ആണ് മരിച്ചത്. പ്രതിയായ ഡോർലാൻഡ് ഇടത്തിപ്പറമ്പിൽ സോജൻ വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കൊലപാതകം എന്തുകൊണ്ടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണത്തിൽ വ്യക്തതയില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്.